കതിർമുടി പോകാനായിട്ട് ഒരുത്തം വരുന്ന വരവ് കണ്ടു. അടി ഒലഞ്ഞ് വഞ്ചി തുറയണ പോലെ. കമോൺ ഗൈസ്, ഹീസ് മൈ പാർട്ട്ണർ. വരട്ടെ നടന്നു വരട്ടെ. കമോൺ. നേരത്തെ വന്ന വീഡിയോയിൽ ബാഗ് ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഇപ്പം ഹെൽമെറ്റ് ഉണ്ട്, ബാഗില്ല. ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും അച്ചുവും കൂടെ ഇന്ന് കോട്ടൂരിനടുത്തുള്ള കതിർമുടി ട്രക്കിങ്ങിനാണ് പോകുന്ന വഴി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് റിലാക്സ് ആയിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ കാപ്പുകാടുള്ള എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആന വേണ്ടി ഇവിടം വരെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ അഗസ്ത്യാർകൂടം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലാണുള്ളത്. എൻട്രി റെസ്ട്രിക്റ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾ പാക്കേജ് എടുത്തതുകൊണ്ട് ഗൈഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുവഴി പോകാം. ഫോറസ്റ്റ് ഓഫീസ് നമ്മൾ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ കാപ്പുകാട് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നിന്നും അഗസ്ത്യാർകൂടം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിൻ്റെ അവിടെ വന്നിട്ട് പെർമിഷനും കാര്യങ്ങളും എല്ലാം എടുത്ത് ഫോറസ്റ്റ് ഗാർഡിൻ്റെ കൂടെയാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോസ്റ്റിൽ പോകുന്നത്. അവിടെ വരെ ഉള്ള കാഴ്ചകളാണ് ഈ രണ്ട് സൈഡിലും കാണുന്നത്. മുഴുവൻ മലത്തിക് ഫോറസ്റ്റ് ആണ്. ഈ ഏരിയ മുഴുവൻ ട്രൈബൽസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് മൊത്തം. നമ്മൾ കതിർമുടി എത്തിയറിയാം. ഓക്കെ, നമ്മൾ ഗ്രൗണ്ട് പാർക്കിങ്. ഇനി ഇതുവഴി നടന്ന് പോണം. നമുക്ക് വേറെയും ടീമുണ്ട് കൂടെ. അവരുടെ ഫ്രണ്ടേ പോകുന്നുണ്ട്, അവരുടെ ഗൈഡ് സൈഡിൽ പോകുന്നുണ്ട്. നമ്മുടെ ഗൈഡ് ഈ ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? പ്രമോദ് ചേട്ടൻ. ആ, വിഷ്ണു. ഹായ് ബ്രോ. അവൻ പരിചയപ്പെടൂല. നമുക്ക് എത്ര കിലോമീറ്റർ? നമുക്ക് ഇവിടുന്ന് കാടിന്റെ സൗണ്ട്. അപ്പോൾ നടന്ന് തുടങ്ങിയിട്ടുണ്ട്. നടന്നുറങ്ങാൻ വലിയ പ്രശ്നമില്ല. കടുപ്പില്ല. പതുക്കെ അടുത്ത് തുടങ്ങി. നമ്മുടെ ഗൈഡ് കൂടെ ഉണ്ട്. ബാക്കി ടീം ഫ്രണ്ടേ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഫസ്റ്റ് വ്യൂ പോയിന്റിന് മുന്നേ നമുക്ക് കിട്ടിയ കാഴ്ചയാണ് ഈ കാണുന്നത്. ഗൈഡ് പറഞ്ഞത് പിറ്റ് വൈപ്പർ എന്നാണ്. അണലിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ഐറ്റം. ഇത് കടിച്ചാലും മതി, ധാരാളമാണ്. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് കിട്ടി. നമ്മുടെ ഗൈഡേട്ടനും ഞാനും ഏറ്റവും ബാക്കിലായി തളർന്നു. Oh my God. സൈസ് നമ്പർ ഉണ്ട്. നമുക്കിനി എത്ര കൗണ്ടുണ്ട് മുകളിലോട്ട്? മേളിലോട്ട് എത്രയായി?
ഫ്രണ്ട്സ്, അപ്പോൾ രണ്ടാമത്തെ പാമ്പിനെയും കണ്ടിരിക്കുന്നു. ഇതും നേരത്തെ പറഞ്ഞ മാതിരി പിറ്റ് വൈപ്പറിൻ്റെ ഇനം തന്നെയാണ്. ഇതാണ് കതിർമുടി ഫസ്റ്റ് വ്യൂ പോയിന്റ്. ഇത് തമിഴ്നാടിൻ്റെ ഏരിയ, ഇത് ട്രിവാൻഡ്രം, ഇത് മോണക്കാട്, പേപ്പാറ, അഗസ്ത്യർകൂട്. ഇത് പുഹയല്ല, കോടമഞ്ഞാണ് ഗൈസ്. അടുത്ത വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. അയ്യോ, തളർന്നു ഗൈസ്. അയ്യോ ഗൈസ്, അയ്യോ ഗൈസ്, ഒരു ആവേശത്തിന്റെ പുറത്ത്. ഏലിയൻസ് നമ്മളെ കൂടെ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നാണ് പറഞ്ഞത്. ചിലപ്പോ അതായിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വ്യൂ പോയിന്റ്. ഇത് നമ്മുടെ പേപ്പാറ ഡാമാണ്. വെള്ളമില്ലാണ്ട് വറ്റിക്കിടക്കുന്ന പേപ്പാറ ഡാം. മൂർഖനും രാജവമ്പലൊക്കെ ഇത്തിരി മാന്യന്മാരാണ്. കണ്ട ഇത്തിരി മാറിക്കോളും. ഒരു ഇഷ്ടം പോലെ കയറി എന്റെ ഫ്രണ്ട് കയറി. അത് വേറൊരു കയറുന്ന കൂടെ ഈ വന്നപ്പോ മറ്റേ 10 വീപ്പ് ഉണ്ടല്ലോ സാർ, അവിടെ വന്ന് കയറ്റി ഇരുന്നു. ഞങ്ങൾ നാളെ എത്ര മണിക്ക് എത്തിയെന്ന് അറിയാമോ? 8 മണി. ആലോചിച്ചത്. ഇത് നമ്മളെ മൂന്നാമത്തെ വ്യൂ പോയിന്റ് ആണ്. നാരായണിപ്പാറ എന്നാണ് ഈ സ്പോട്ടിന് പറയുന്നത്. അഗസ്ത്യാകൂടം വരുന്നതിൻ്റെ ബാക്ക് സൈഡാണ്, പക്ഷേ തെളിച്ചില്ല, മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്, കാണുന്നില്ല. അവിടെ ആയിട്ടാണ് അഗസ്ത്യാകൂടം വരുന്നത്. മഴയല്ലേ പറയല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് ഇതുവരെ കയറി? ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ. 1.5. എത്ര മണിക്കൂർ എടുക്കും ഏകദേശം? 1.5 മണിക്കൂർ. നമ്മൾ ഏകദേശം 4.5 കിലോമീറ്റർ കവർ ചെയ്ത് ഇനി 1.5 കിലോമീറ്റർ കൂടെ 1.5 മണിക്കൂർ എങ്കിലേ നമുക്ക് ഉദ്ദേശിച്ച സ്ഥാനത്ത് ടോപ്പ് സ്റ്റേഷനിൽ റീച്ച് ആവുള്ളൂ. ഇനി അങ്ങോട്ട് വലിയ ടെറൈൻ ഇല്ലല്ലോ, നോർമലാണ്. ഇത്ര നേരം നല്ല ഹൈപ്പുള്ള ടെറൈൻ ആയിരുന്നു. ഇനി അങ്ങോട്ട് ഓക്കെയാണ്. ആരും ശ്വാസം വിട്ടിട്ട് ഇവരൊക്കെ ചോന്ന്, ഞാനൊക്കെ ചോന്നു. അമ്മേ, കുറച്ച് ഭംഗി വെക്കണമെന്നുണ്ടായിരുന്നു. കോടമഞ്ഞ് പൊങ്ങിപ്പോണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴ ചാൻസ് കൂടുതലെന്നാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറയുന്നത്. മഴയുണ്ടെങ്കിൽ നനഞ്ഞു പോവാം. ഇതാണ് മക്കിപ്പാറ. ഇത് രണ്ടും മക്കിപ്പാറ എന്ന് പറയും. അത് നെയ്യാർ റിസർവയർ. വെള്ളമൊക്കെ വറ്റി. അവിടെ ചെന്നിട്ട് പിന്നെ ചെറിയൊരു കയറ്റം. നല്ല കയറ്റമാണോ? ചെറിയ കയറ്റം. അവിടെ ചില നമുക്ക് ഫ്രണ്ടേ പോയ ടീമാണ് നിൽക്കുന്നത്. ചെറിയ കുളമുണ്ട്. നമുക്ക് പോവേണ്ട പീക്ക് പോയിന്റ് അതാണ് ടോപ്പ് സ്റ്റേഷൻ. നല്ല തണുത്ത വെള്ളം ഉഷാറുള്ളതാണ്. അവിടെ പോയി ഇരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞ സമയം നിങ്ങൾക്ക് ഇറക്കാം. നമ്മളിപ്പോ വേണ്ട വയറിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ മൊത്തം വയറിലാണ്. അതാ എല്ലാ വീഡിയോസിലും കാണും. വേറെല്ല ഒരു വീടിനൊപ്പം ആണെങ്കിൽ എനിക്ക് ഒരു ടൈറ്റിൽ വിടാം. എന്നെ പറഞ്ഞൊരു പ്രശ്നം പറഞ്ഞില്ലേ, എന്നെ മറ്റൊരു നമ്മൾ മൂന്ന്. മഴ കിട്ടായിരുന്നത് നന്നായി. എന്നാലും ഇനി ഈ മലയിലോട്ട് കണക്ട് ചെയ്യണം എങ്ങനെയാണ്? നമ്മൾ പിന്നെ ഇറങ്ങിയാണോ കാരണം? ഇനി നമ്മൾ ഇറങ്ങി ആരെ പോകണമെന്നല്ല അറിഞ്ഞു. ഓ
മനീഷ് മന്ദം മന്ദം അടിവച്ച് കൊക്കടി സൈഡിൽ കൂടി നേരത്തെ പേര് നടന്ന് പോവാണ്. അമ്മ ചോദിക്കും നിങ്ങൾക്ക് എന്തുണ്ടാ പോണേ അവരുടെ കൂടെ. അല്ല, എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, അറിഞ്ഞൂടല്ലേ? നമ്മൾ പരിചയപ്പെട്ടു. അത് ചോദിച്ചില്ല, എന്നാലും ഞാൻ അങ്ങോട്ട് പറയാം. അജേഷ്. ഫ്രണ്ട്സ്, ഇത് ശുദ്ധമായ പ്രകൃതിയിൽ നിന്നുള്ള ഊറ്റുവെള്ളമാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കുടിച്ച സമയത്ത്, നല്ല അടിപൊളി രുചിയും. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കതിർമുടി ടോപ്പ് സ്റ്റേഷനിലാണ്. ഇതാണ് സജിത് ബ്രോ. പുള്ളിയുടെ കോൺടാക്റ്റിലാണ് ഞാൻ വന്നത്, പുള്ളിയുടെ പാക്കേജിലാണ് വന്നത്. അത് നമ്മുടെ ഗൈഡ് പ്രമോദേട്ടൻ എന്താ അവിടെ പാറ പൊട്ടിച്ച് വീടുണ്ടാക്കാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സജിത് ബ്രോ കുറച്ച് ലേറ്റായി, നമ്മളൊക്കെയുള്ള ഫുഡ് എടുക്കാൻ പോയേക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ട്രക്കിങ്ങിന് വരുന്നത്. അല്ലാതെ നമ്മളെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ചിറ്റിപ്പാറയാണെങ്കിലും കാളിമലയാണെങ്കിലും അങ്ങനെ നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ട്, അല്ലാതെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് അതായത് ഈ ഷർട്ടിന്റെ കളർ ഇതല്ല, ഈ കളറിലേക്ക് ആവാൻ വേണ്ടി കഷ്ടപ്പെട്ടതാണ് ഇന്നത്തെ എന്റെ ട്രക്കിംഗ്. അടുത്ത് പ്രമോദ് ചേട്ടാ, നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത് ഇത്രയും ട്രക്ക് ചെയ്ത് മുകളിൽ വന്നതിൽ ചേട്ടന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടൻ സ്ഥിരം വരുന്നതാണ്, ഒരു മാസത്തിൽ മിനിമം 6 പ്രാവശ്യം കയറുന്ന ഒരാളാണ്. എങ്കിലും നമ്മളെ കൂടെ വന്നപ്പോഴത്തേനും ബാക്കിയുള്ള ഒരാൾ ടീമുമായിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. നടക്കാൻ നല്ലവര് നടന്നു വരുന്നുണ്ട്, ചിലര് നടന്നു വരുന്നില്ല, ചിലര് പതിയെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത്തിരി മല കയറ്റൊക്കെ കയറണം, അങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട്. പിന്നെ നമുക്ക് എക്സ്പെഷ്യലി 2 പാമ്പിനെയും വഴിക്ക് വെച്ച് കാണാൻ പറ്റി. അതെന്റെ കണ്ണുകൊണ്ടിരിക്കും. ഇതാണ് എന്റെ ട്രക്കിങ്ങിന്റെ. ഞാൻ പിന്നെ വർഷങ്ങൾ വന്നോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചേട്ടനിപ്പോ ഈ ലൊക്കേഷൻ മാത്രമാണ് ചെയ്യുന്നത്? ഈ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത സജിത് ബ്രോ. ഹായ് ബ്രോ. ഇതാണ് സജിത് ബ്രോ, നമ്മളെ ഈ ഒരു ട്രക്കിങ്ങിലോട്ട് കൊണ്ടുവരാൻ കാരണമായ പുള്ളിക്കാരൻ. അതെ. അപ്പൊ പുള്ളിക്കാരനും പേജുണ്ട്, പുള്ളിക്കാരന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെട്ടേക്കും. ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ബാക്കി പുറത്തുള്ള പാക്കേജ് ചെയ്യുന്നതിനെക്കാട്ടിലും വിത്ത് ഫുഡ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗൈഡ് വിത്ത് നമുക്ക് ഒരുമിച്ച് ഹാപ്പി ആയിട്ട് കയറാവുന്നതാണ്. ബാക്കി സജിത് ബ്രോ പറയും. ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഇന്ന് വളരെയധികം ഫേമസ് ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് കതിർമുടി എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ ഒരു 9:30ക്കാണ് ഈ ഒരു ട്രക്കിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നടക്കാൻ കഴിയുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 11:30 ആകുമ്പോൾ നമ്മൾ കതിർമുടിയിൽ എത്തിപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് വന്നാൽ പ്രധാനമായിട്ടും കാണുന്നത് പൊന്മുടി, അതുപോലെ തിരുവനന്തപുരം സിറ്റിയുടെ ഭാഗം, പിന്നെ അതുപോലെ നെയ്യാർ ഡാമിന്റെ കാഴ്ചകൾ, പിന്നെ അഗസ്ത്യാർകൂടം, അങ്ങനെ പശ്ചിമഘട്ടത്തിന്റെ ഒരുപാടധികം മലനിരകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അതാണ് കതിർമുടി ട്രക്കിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരുപാടധികം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. മനീഷ് ബ്രോ എന്നെ കോണ്ടാക്ട് ചെയ്ത്, അങ്ങനെ മനീഷ് ബ്രോയും നമ്മളെ കൂടെ കതിർമുടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും നമ്മളെ കൂടെ കതിർമുടിയിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, ഞാൻ പുള്ളിയുടെ നമ്പർ ഇതിന് താഴെ കൊടുത്തിരിക്കും. അപ്പോ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതിൽ കമന്റ് ഇട്ടാലും മതി. സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഇപ്പോഴാണെങ്കിൽ നമുക്ക് എന്തോ ദൈവം സഹായിച്ച് വെയിലില്ല, വലിയ മഴയില്ല, പക്ക ക്ലൈമറ്റിൽ നമ്മുടെ എത്തിച്ചേർന്നു. ഗൈഡിനെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല. കാരണം ബാക്കി നമ്മൾ ട്രക്കിംഗ് ഇടയ്ക്ക് പോകുന്നതുകൊണ്ട് ചില ഗൈഡുകൾ നമ്മളെ പുറകിലാക്കിയിട്ട് ഫ്രണ്ട് പൊക്കളയും. പക്ഷെ പുള്ളി നമ്മളെ കൂടെ വന്ന് ഒരാൾ തളർന്നിരിക്കുമ്പോഴത്തേനും പുള്ളിനെ കൂടെ ടേക്ക് ഓവർ ചെയ്ത് പോകുന്ന നല്ലൊരു മനസ്സുള്ള ഒരു ഗൈഡാണ് പുള്ളി, നമ്മുടെ പ്രമോദേട്ടൻ.
അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. പുള്ളിക്കാരൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് താഴോട്ട് പോവാം. ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന സമയമാണ്. മഴ വരുന്നുണ്ടോ? വിഷയം ഇത് ഉണ്ടായിരുന്നു. നമുക്ക് പോകേണ്ട ആവശ്യം. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോടമഞ്ഞൊക്കെ കഴിഞ്ഞ് അടുത്ത് മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ, അച്ചു, സൈദ് ബ്രോ, ബാക്കിയുള്ളവരും കൂടെ ഫ്രണ്ടേ പോയിട്ടുണ്ട്. അപ്പോൾ ബ്രോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പം അഗസ്ത്യാർകൂടം എത്ര വർഷം കയറിയിട്ടുണ്ടാവും? ഇറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി ഒരു മാസം എത്ര വർഷം കയറി? സീസൺ അല്ലെങ്കിൽ ഓഫ് സീസൺ ആണെങ്കിൽ തന്നെ? ഓഫ് സീസൺ ആണെങ്കിൽ അഗസ്ത്യാർകൂടം എങ്ങനെ ഒരു മാസത്തിൽ 5 തവണയൊക്കെ ഞാൻ കയറിയത്. ഒരു മാസത്തിൽ 5 തവണ അഗസ്ത്യാർകൂടം ഓഫ് സീസണിൽ ഗൈഡായിട്ട് പോകും. ഞാനൊക്കെ ഒരു തവണ കയറാൻ കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. ഇപ്പൊ കയറി ഒരു 4.5 കിലോമീറ്റർ നല്ല ഹൈപ്പിലുള്ള ടെറൈനാണ്. നല്ല കടുത്തു, അയ്യോ തളർന്ന്. പിന്നെ അങ്ങോട്ട് കുഴപ്പമില്ല, മുകളിൽ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഇച്ചിരി വെയിൽ, അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ്, സെറ്റാണ്. നമുക്ക് 2 വെതറും കിട്ടി. മഴയും കൂടെ ആകുമ്പോൾ എല്ലാം ആയി തികഞ്ഞ്. അപ്പം ഇവിടെ ആണെങ്കിലോ, കാതർമുടി ആണെങ്കിലോ ഒരു മാസം ഇപ്പം ടൂറിസ്റ്റ് അല്ലെങ്കിൽ ട്രക്കിങ് ആൾക്കാർ വരുവാണെങ്കിൽ ഞാൻ മിക്ക ദിവസവും അവരോട് വരും. പാക്കേജ് എടുത്ത് അവരോട് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത്. ബ്രോ സെറ്റാണ്. ഞാൻ കമ്പനിയാണ് കൂടെ എല്ലാ കാര്യങ്ങളും. ഇപ്പം ഇന്നാണ് ഞാൻ ബ്രോനെ ആദ്യമായിട്ട് കാണുന്നത്. വിചാരിച്ച പോലെ അല്ല. അറേഞ്ച് ചെയ്ത ഫുഡിന്റെ വേസ്റ്റ് നമ്മളല്ല ഞാൻ പറഞ്ഞ പുള്ളിയാണ് കൊണ്ടുവന്നത്. പുള്ളിയാണ് അത്. നമ്മള് 40 മിനിറ്റ് കയറി വന്നത്. നമ്മളിവിടെ വന്ന് ഇഴച്ച് അവിടെ നമ്മള് 3 മണിക്കൂർ അങ്ങാണ്ട് ഇല്ലടാ, 3 മണിക്കൂർ അങ്ങാണ്ട് എടുത്ത്. പുള്ളി 40 മിനിറ്റ് കൊണ്ടാണ് ഫുഡും കൊണ്ട് ഓടി കയറിയത്. അത് ഞാനൊക്കെ ഉണ്ടല്ലോ, ഷൂസൊക്കെയാണ് പുള്ളി ഇട്ടേക്കുന്നുണ്ടോ. സാധാ സ്ലിപ്പറിൽ പുള്ളി ഇത്രയും കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക എത്രയും എക്സ്പീരിയൻസ് ആയിരിക്കുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നോർമലി കതിർമുടി ആണെങ്കിലും അഗസ്ത്യാർകൂടം ആണെങ്കിലും ഇനി പുള്ളി അടുത്ത് ചോല ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടല്ലോ അരിപ്പ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് എൻക്വയറി ആണെങ്കിലും പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുക്കും, ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ധൈര്യമായിട്ട് പോരാം. പിന്നല്ല സെറ്റാണ്, അടിപൊളിയാണ്. ഇപ്പോൾ ഇതേ ബാക്കിയുള്ളവർ അങ്ങ് ഫ്രണ്ടേ പോയി നല്ല കാട്ടിൽ നടുക്കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ പോവാം. കമാൻ. മഴ ബ്രോസ്, മച്ചാമാരെ മഴ. പ്രമോദേട്ടൻ മഴയത്ത് ഒളിച്ചിരിപ്പുണ്ട്. പ്രമോദേട്ടന്റെയും പക്ഷേ സജിത് ബ്രോയുടെ ഒക്കെ ഭാഗ്യം കൊണ്ട് നമുക്ക് മഴ കിട്ടി. പിന്നെ നമ്മളെ കൂടെ വന്നവരുടെയും ആരും കേട്ടില്ല.
അത് മൂന്നൊരു മുങ്ങി ഒരു 3 പേര് ഫ്രണ്ടേ മുങ്ങി. നമ്മളെ വേണ്ട. അതിനുശേഷം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ്, മഴയത്ത് താഴോട്ടിറങ്ങുന്ന വീഡിയോസ് എടുക്കാൻ ഒത്തിട്ടില്ല. കുറച്ച് ഫോട്ടോസും എടുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഞാൻ ആ സജിത് ബ്രോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് കതിർമുടി കയറി ഇറങ്ങാം. അതുപോലെ പുള്ളിക്കാരൻ ചോല ട്രക്ക് ചെയ്യുന്നുണ്ട്, അരിപ്പ ഫോറസ്റ്റ് സ്റ്റേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ട്രക്ക് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. അഗസ്ത്യാർകൂടം ഓഫ് സീസൺ ചെയ്യുന്നുണ്ട്. പുറമേ ഉള്ള പാക്കേജസിനെക്കാട്ടിലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പുള്ളി അഗസ്ത്യാർകൂടം ഓഫ് സീസണൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അടുത്ത മുറ സന്ധിക്കുമ്പോഴേക്കും വണക്കം, അൽവിദ.